നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പുഞ്ചക്കാട് SDPI പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേറ്. പിലാത്തറയിൽ കടകളിൽ വ്യാപക മോഷണം. കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. പഴയങ്ങാടി മുട്ടുകണ്ടി മേഖലയിൽ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം TV രാജേഷ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പുഞ്ചക്കാട് SDPI പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേറ്. പ്രധാന വാതിലുകളും ജനൽച്ചിലുകളും തകർന്നു. പയ്യന്നൂർ പുഞ്ചക്കാട് കടവ് റോഡിലെ SDPI പ്രവർത്തകനായ ജലീലിന്റെ വീടിന് നേരെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 12:30 ബോംബേറുണ്ടായത്. അത്യുഗ്രശേഷിയുള്ള ബോംബേറിൽ വീടിന്റെ പ്രധാന വാതിലും ജനൽച്ചില്ലുകളും തകർന്നു. SDPIയുടെ സജീവ പ്രവർത്തകനായ ജലീൽ ബുധനാഴ്ചയായിരുന്നു വിദേശത്തേക്ക് പോയത്. ജലീലിന്റെ മാതാവ് ചോനാടത്ത് തുരുത്തുമ്മൽ നസീഫത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. സംഭവം നടക്കുമ്പോൾ നസീഫത്തും മകളും മകളുടെ ഭർത്താവും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആളപായമില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ രാമന്തളി വടക്കുംപാട് വെച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ SDPI പ്രവർത്തകരെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചത് ജലീലാണെന്ന് ആരോപണമുണ്ടായിരുന്നു. പയ്യന്നൂർ CI PK മണി, SI AV ദിനേശ്, KG വിപിൻകുമാർ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറയിൽ കടകളിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിലാത്തറ മാതമംഗലം റോഡിൽ 2 കടകളിലാണ് മോഷണം നടന്നത്. പിലാത്തറ മാതമംഗലം റോഡിലെ ഷാജി സ്റ്റോറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ വലിപ്പിൽ സൂക്ഷിച്ച 25,000 രൂപ കവർന്നു. മോഷ്ടാക്കൾ പാര പൊതിഞ്ഞ് കൊണ്ടുവന്നതാണെന്ന് സംശയിക്കുന്ന പത്രക്കടലാസും സമീപത്തു നിന്നും കണ്ടെത്തി. സമീപത്ത് തന്നെയുള്ള ഗ്രാൻഡ് ഹൌസിന്റെ ഷട്ടർ പൂട്ട് പൊളിച്ച് മോഷണ ശ്രമവും നടന്നു. സെൻട്രൽ ലോക്കുണ്ടായതിനാൽ മോഷ്ടാക്കൾക്ക് അകത്ത് കടക്കാനായില്ല. മോഷണം നടന്നിട്ടും തെളിവ് ശേഖരിക്കാൻ പോലീസ് എത്താൻ വൈകിയത് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. പഴയങ്ങാടി മുട്ടുകണ്ടി മേഖലയിൽ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. അപൂർവീനം കണ്ടലുകളും നാശത്തിലേക്ക്. പഴയങ്ങാടി മത്സ്യമാർക്കറ്റ് മുതൽ ഏഴോ മുട്ടുകണ്ടി വരെയുള്ള പ്രദേശങ്ങളിൽ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകമായി. ചാക്കിൽ കെട്ടി രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കണ്ടൽക്കാടുകൾക്കിടയിൽ തള്ളുകയാണ്. ഇവ ചീഞ്ഞുനാറി അസഹ്യമായ ദുർഗന്ധം പരക്കുന്നു. പഴയങ്ങാടിയിലെ ഇറച്ചിക്കടകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ തള്ളുകയാണിവിടെ. സമീപത്തെ കല്യാണ വീടുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളുമെല്ലാം കണ്ടൽക്കാടുകൾക്കിടയിൽ തള്ളിയിരിക്കുകയാണ്. ഇത് കണ്ടൽക്കാടുകളുടെ വ്യാപക നാശത്തിന് കാരണമാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ പുഴയോരത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്നതും പതിവാണ്. പരിസ്ഥിതി പ്രവർത്തകർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇതോടൊപ്പം കത്തിനശിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. ആദ്യ ദിനം തെയ്യക്കോലങ്ങളുടെ തിടങ്ങൽ നടന്നു. രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തോടെയാണ് പെരുങ്കളിയാട്ടത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ശേഷം ശുദ്ധി, താന്ത്രിക പൂജ എന്നിവയും നടന്നു. വൈകിട്ടോടെ നടന്ന ദീപാരാധനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് കന്നിക്കൊരു മകൻ, വടക്കത്തി ഭഗവതി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തുടങ്ങിയ തെയ്യങ്ങളുടെ തിടങ്ങലും നടന്നു. രണ്ടാം കളിയാട്ട ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വടക്കത്തി ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തും.
തുടർന്ന് കന്നിക്കൊരു മകൻ വെള്ളാട്ടം, ബാലി വെള്ളാട്ടം, വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങൾ എന്നിവയും നടക്കും. കുഞ്ഞിമംഗലത്തെ പൈതൃക ഗ്രാമമാക്കി മാറ്റാനുള്ള നടപടി ത്വരിതപ്പെടുത്തുമെന്ന് പി. കരുണാകരൻ എം പി. പെരുങ്കളിയാട്ട ഭാഗമായുള്ള ആചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലം ഗ്രാമത്തെ പൈതൃക ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള നടപടി ഊർജിതമാക്കും. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തി പൈതൃക ഗ്രാമത്തെ കൂടുതൽ സജീവമാക്കി പ്രഖ്യാപനത്തിനുള്ള നടപടി ത്വരിതപ്പെടുത്തുമെന്നും എം പി പറഞ്ഞു. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം അഭ്യർത്ഥിക്കും. ഒപ്പം കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് നിവേദനം ലഭിച്ചിരുന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് കുഴൽക്കിണറാണ് എളുപ്പമാർഗം. പക്ഷേ അതിന് സ്ഥലം ഏറ്റെടുപ്പുമായുള്ള നടപടി പൂർത്തിയാകണം. അതുകൂടി പൂർത്തിയായാൽ പ്രശ്നപരിഹാരം കാണുമെന്ന എം പിയുടെ വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ്യർ സ്വീകരിച്ചത്. ശിവരമാഷും അതുപോലെ തന്നെ ഡോക്ടർ ശിവരനും സ്പിനേശനും അതുപോലെ മറ്റാൾക്കാരൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടേ അതൊന്ന് ശുദ്ധജലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശുദ്ധജലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എം പിയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് പണം നൽകാൻ വേണ്ടി കഴിയും, സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി കഴിയും. പക്ഷെ ഒരു പ്രശ്നം അതിലുള്ളത് വെള്ളം പോലെ നമുക്ക് സ്ഥലം വേണമല്ലോ. അപ്പോൾ സ്ഥലം കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ സ്ഥലം ബന്ധപ്പെട്ട കലക്ഷയുടെ പേരിൽ ഒരാൾ കൺസെന്റ് അല്ല, സ്ഥലം ആരും എടുത്തൊന്നുമില്ല, പക്ഷെ അതിന്റെ കൺസെന്റ് കൊടുത്തുകൊണ്ട് അത് ബോർവെല്ലാണെന്നോ ഓപ്പൺ വെല്ലാണോ ഏതാണ് ആവശ്യം. ചടങ്ങിൽ കുഞ്ഞിമംഗലം പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികരെ എം പി പൊന്നാടയണിച്ച് ആദരിച്ചു. ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഇ. ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ എം പി ഉണ്ണികൃഷ്ണൻ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി. കെ. ചന്ദ്രശേഖരൻ, പള്ളിക്കോൽ ജയൻ, ടി. ടി. ലക്ഷ്മണൻ, വി. വി. സുരേന്ദ്രൻ, പി. വി. തമ്പാൻ, രാമകൃഷ്ണൻ കണ്ണോം എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ എം. പി. തിലകൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി. വി. ശശി നന്ദിയും പറഞ്ഞു. മുറതെറ്റാതെ തിരുവായുധങ്ങൾ മിനുക്കി കൊക്കാനിശ്ശേരി മനു ആചാര്യ ക്ഷേത്രം സ്ഥാനികർ. വടക്കത്തി ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിൽ പഴമ കൈവിടാതെ ദേവീദേവന്മാരുടെ തിരുവായുധം നിർമ്മിക്കുന്നത് ഈ ക്ഷേത്ര സ്ഥാനികരാണ്. പെരുങ്കളിയാട്ടത്തിന് എല്ലാം പുതിയത് തന്നെ വേണം. പുതുക്കാൻ കഴിയാത്തവ തേച്ചുമിനുക്കി പുതിയതുപോലെയാക്കണം. ഇത്തരത്തിൽ നിരവധി സവിശേഷവും അപൂർവവുമായ അനുഷ്ഠാനങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമാണ് പെരുങ്കളിയാട്ടം. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അധികം പ്രത്യേക വിഭാഗക്കാർക്കോ തറവാട്ടുകാർക്കോ മറ്റോ അവകാശപ്പെടുന്നതുമായിരിക്കും. ഇങ്ങനെ നിരവധി വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് പെരുങ്കളിയാട്ടം. കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേവീദേവന്മാരുടെ തിരുവായുധം പുതുക്കുവാനും മൂടിപിടിപ്പിക്കുവാനുമുള്ള അവകാശം കൊക്കാനിശ്ശേരി മനു ആചാര്യമാരുടെ ക്ഷേത്രത്തിനാണ്. കൊക്കാനിശ്ശേരി മനുവാചാര്യമാരുടെ ദേവസ്ഥാനത്ത് അമ്മ വന്നിട്ട് ഇവിടെ അത് കൊല്ലത്തിൽ വന്നിട്ട് പാട്ടുത്സവത്തിനും ഇപ്പം പെരുങ്കളിയാട്ടത്തിനും ആയുധം കടയും. അല്ല ഇത് ഇങ്ങനെ മോട്ടർ വെച്ച് കടഞ്ഞ് പോളിഷാക്കിയിട്ട് എണ്ണയിട്ട് തുടച്ച് പുണ്യാകല കലശം കുടഞ്ഞിട്ട് എടുത്ത് അവർ അകത്ത് വെക്കും. വടക്കൻകോവൽ ക്ഷേത്രത്തിലെ വർഷാവർഷമുള്ള പാട്ടുത്സവത്തിനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലും ദേവീദേവന്മാരുടെ തിരുവായുധങ്ങൾ മിനുക്കുന്നത് ഈ ക്ഷേത്രപ്രവർത്തകരാണ്. മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിലെ പൂർവികർ പരമ്പരാഗത രീതിയിൽ ചെയ്തു വന്ന ഈ പ്രവൃത്തി ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതുമയാർന്ന രീതിയിലാണ് ഇവർ ചെയ്തു വരുന്നത്. തിരുവായുധങ്ങൾ പോളിഷ് ചെയ്യുന്നത് യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ വടക്കത്തി ഭഗവതിയുടേത് ഉൾപ്പെടെ 30ഓളം തിരുവായുധങ്ങളാണ് ഈ സംഘം മിനുക്കിയെടുക്കുന്നത്. ക്ലാവ് കളയുന്നതിന് പുളി ചേർത്ത് തുടച്ചും മിനുക്കുവരുത്തുന്നത് യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് പോളിഷ് ചെയ്തുമാണ് പ്രവൃത്തി. കൊക്കാനിശ്ശേരി മനു ആചാര്യ ക്ഷേത്രത്തിലെ മുഖ്യകർമ്മി രാമകൃഷ്ണൻ അന്തിത്തിരിയന്റെ നേതൃത്വത്തിൽ 12 പേരടങ്ങുന്ന സംഘമാണ് പ്രവൃത്തി നടത്തുന്നത്. മുതിർന്ന അംഗങ്ങളായ കേളപ്പൻ പ്രായാധിക്യത്താൽ പ്രവൃത്തിയിൽ വ്യാപൃതനല്ലെങ്കിലും പുതുതലമുറയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളുമായി ഈ സംഘത്തോടൊപ്പം തന്നെയുണ്ട്.
പറശ്ശിനിക്കടവിലേത് ഉൾപ്പെടെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തിരുവായുധം മിനുക്കുന്നതിനുള്ള അവകാശവും ഈ സംഘത്തിനാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറുമ്പോഴും തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഈ പ്രവൃത്തി മുറതെറ്റാതെ ഇന്നും ചെയ്തു വരുന്നതിലുള്ള സന്തോഷത്തിലാണ് ഈ സംഘം. കുഞ്ഞിമംഗലം പെരുങ്കളിയാട്ടം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തുപിടിച്ചു വരവ് നടന്നു. നിരവധി പേർ പങ്കെടുത്തു. മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തസഹസ്രങ്ങൾക്ക് അന്നദാനം ഒരുക്കുന്നതിനുള്ള വിഭവങ്ങളുമായാണ് എടുത്തുപിടിച്ചു വരവ് നടന്നത്. പയ്യന്നൂർ പടോളി ഭഗവതി ക്ഷേത്രം, തായ്നേരി വെള്ളാർക്കര ഭഗവതി ക്ഷേത്രം, കൊക്കാനശ്ശേരി മനു ആചാര്യമാരുടെ ക്ഷേത്രം, കടന്നപ്പള്ളി കക്കര ഭഗവതി തായ് പരദേവതാ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് എടുത്തുപിടിച്ചു വരവ് നടന്നത്. കുഞ്ഞിമംഗലം ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി സ്ത്രീകൾ അണിനിരന്നു. വാദ്യമേളങ്ങളും മുത്തുകുടകളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ക്ഷേത്രം സ്ഥാനികരുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്ര വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. പെരുങ്കളിയാട്ടമുറ്റത്ത് ഫോക്ലോർ ചർച്ചയും. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉൾപ്പെടെ നിരവധി പ്രമുഖരെ അണിനിരത്തിയാണ് സംഘാടകർ നാട്ടറിവുകളും നാടൻ കലകളും ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഇവിടുത്തെ അമ്പലങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണ മനുഷ്യർ, അതിനും അപ്പുറത്ത് ഇവിടുത്തെ കലാകാരന്മാർ, അവരൊക്കെ ചേർന്നുണ്ടാക്കി തീർക്കുന്ന ഒരു വലിയ വെളിച്ചം ഈ കുഞ്ഞിമംഗലത്തിൻ്റെതായി ഉണ്ട് എന്ന് കാണാവുന്നതാണ്. നാടിന്റെ കൂട്ടായ്മയെയും സാഹോദര്യത്തെയും സ്നേഹത്തെയും തിരിച്ചു കൊണ്ടുവരുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. വി കെ രമേശൻ മാസ്റ്റർ അധ്യക്ഷനായി. വിശ്വംഭര പണിക്കർ, കെ വി ബാലകൃഷ്ണൻ, അപ്പു പണിക്കർ, മധുമാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാലക്കാട് രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്തും ശ്രദ്ധേയമായി. പെരുങ്കളിയാട്ടത്തിന് കലവറ നിറഞ്ഞു. ബുധനാഴ്ച വൈകിട്ടാണ് മൂന്നാം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. മുപ്പത്തിരണ്ട് സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗ്രാമത്തിന്റെ കൂട്ടായ്മ വിളിച്ചോതി നാടറിയിച്ചുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര ശ്രദ്ധേയമായി. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവിൽ നിന്നും പുറപ്പെട്ട് ആണ്ടാങ്കോവൽ മാക്കം റോഡ് മാട്ടുമ്മൽ കളരി വഴി ക്ഷേത്രസന്നിധിയിൽ പ്രവേശിച്ചു. ഘോഷയാത്രയെ ബാലികമാർ പുഷ്പങ്ങളെറിഞ്ഞ് എതിരേറ്റു. വനിതകളുടെ ചെണ്ടവാദ്യവും മുത്തുകുടകളും ഘോഷയാത്രയ്ക്ക് അഴകേകി. തുടർന്ന് കലവറ സാധനങ്ങൾ ക്ഷേത്ര തിരുമുറ്റത്ത് സമർപ്പിച്ചു. പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വൻ ജനക്കൂട്ടമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ടി വി രാജേഷ് MLA നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പിലാത്തറ മിനി സ്റ്റേഡിയത്തിന് ടി വി രാജേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇൻഡോർ സ്റ്റേഡിയവും മിനി പാർക്കും നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചു. പിലാത്രയിൽ നടന്ന പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ടി വി രാജേഷ് MLA നിർവഹിച്ചു. ഇന്ന് നമുക്കറിയാം, പിലാത്തറ ടൗണ് പ്രത്യേകിച്ചും പിലാത്തറ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിലാത്തറയിൽ ഒരു സാംസ്കാരിക പരിപാടി, മറ്റ് പൊതുപരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് നടത്തേണ്ടി വരുന്നത്. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാവതി അധ്യക്ഷയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പി കുഞ്ഞിക്കണ്ണൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ, CM ദാമോദരൻ, കെ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു.
കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിന് പുതിയ കെട്ടിടമായി. സി കൃഷ്ണൻ MLA ആണ് കെട്ടിടം തുറന്നുകൊടുത്തത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപക സംഗമം, വിളംബര ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കെട്ടിടോദ്ഘാടനം നടന്നത്. കെട്ടിടോദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ എവിടെ ചേർത്ത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്ന കാര്യത്തിൽ ഉത്കണ്ഠാകുക. ഒരു കുടുംബത്തിൽ 1 or 2 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മുമ്പത്തതുപോലെ 8 or 10 കുട്ടികളും കൂട്ടുകുടുംബവും അല്ല. ഉദ്ഘാടന യോഗത്തിൽ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ അധ്യക്ഷനായി. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം PV കാഞ്ചനയും സപ്ലിമെന്ററി പ്രകാശനം കാങ്കോലാലപ്പടമ്പ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ നിർവഹിച്ചു. യുവ ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരം നേടിയ വിദ്യാർത്ഥിനിയെ VV ഭാസ്കരൻ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. P വാസന്തി, MV സുനിൽകുമാർ, NK രാജൻ, T ശശിധരൻ, PV ശ്യാമള, V ജയശ്രീ, K ശശിധരൻ എന്നിവർ സംസാരിച്ചു. K നാരായണൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. തീരദേശ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തി തീരദേശവാസികളുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് വലിയപറമ്പ് നിവാസികൾ. അല്ലാത്തപക്ഷം ഹൈവേ പിക്കറ്റിംഗ് അടക്കമുള്ള കടുത്ത സമരമുറകൾ ആവിഷ്കരിക്കാൻ ജനകീയ കൂട്ടായ്മയിൽ ഒറ്റക്കെട്ടായ തീരുമാനം. ആ പരിധി വെച്ചിട്ടാണ് ആ നിയമം കണക്കാക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും കേരളത്തെ പോലെ അല്ലെങ്കിൽ വലിയപറമ്പ് പഞ്ചായത്ത് ഏറ്റവും വീതി കുറഞ്ഞ നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് ആ തീരുമാനം. പക്ഷെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ റോഡിൻ്റെ കാര്യം ഞാനതിനും കിടക്കുന്നില്ല. ആ വിഷയത്തിലൊന്നും നമുക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ടവർ സംസാരിച്ചു കഴിഞ്ഞു. കടലിന് വിളിപ്പാടകലെയുള്ള കായലിനിടയിൽ നീണ്ടുകിടക്കുന്ന കടലോര പ്രദേശമായ വലിയപറമ്പ് പഞ്ചായത്തിന്റെ വികസനത്തെയും പഞ്ചായത്തിന്റെ വരുമാനത്തെയും സാരമായി ബാധിക്കുന്ന തീരദേശ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്താത്ത സാഹചര്യത്തിൽ ദ്വീപ് ജനതയെ മുഴുവൻ അണിനിരത്തി തീരദേശ ഹർത്താൽ, സത്യഗ്രഹ സമരം, ഹൈവേ പിക്കറ്റിംഗ് തുടങ്ങിയ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സർവകക്ഷി ജനകീയ കൂട്ടായ്മയിൽ തീരുമാനിച്ചു. CRZ നിയമത്തിന്റെ കർശന വിലക്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. വീട് നിർമ്മാണത്തിനോ വ്യാപാര താൽപര്യപ്രകാരമുള്ള കെട്ടിടങ്ങൾക്കോ അനുമതി നൽകാൻ പഞ്ചായത്തിന് കഴിയാത്തത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് പഞ്ചായത്തിന്റെ വരുമാനവും തടസ്സപ്പെടുത്തുന്നു. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളുള്ള വലിയപറമ്പിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിധം സൗകര്യമൊരുക്കണമെങ്കിൽ കർക്കശ നിയമത്തിൽ ഭേദഗതി വരുത്തിയേ തീരൂ. പഞ്ചായത്ത് ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനകീയ കൂട്ടായ്മയിൽ വൈസ് പ്രസിഡന്റ് MV സരോജിനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD അബ്ദുൾ ജബ്ബാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MC സുഹറ, ഒരിയര മാധവൻ, മെമ്പർമാരായ KV കരുണാകരൻ, PP ശാരദ, MK അബ്ദുൾ ജബ്ബാർ, K പുഷ്പ തുടങ്ങിയവരും രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KV ഗംഗാധരൻ, NK ഹമീദ് ഹാജി, CV കണ്ണൻ, OK വിനിയൻ, C നാരായണൻ, ഉസ്മാൻ പാണ്ഡ്യാല തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ 97ാം വാർഷികാഘോഷ പരിപാടിക്ക് തുടക്കമായി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആ പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ അങ്ങേയറ്റം സംശയാലുക്കളാണ്. പൊതുവിദ്യാലയത്തിൽ മകനെ വിട്ടാൽ ഗവൺമെന്റ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ മകനെ അല്ലെങ്കിൽ മകളെ ചേർത്താൽ അവൻ്റെ വിദ്യാഭ്യാസ നിലവാരം വേണ്ടത്ര മെച്ചപ്പെടില്ല എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് പലരും മക്കളെ പഴയങ്ങാടി GMUP സ്കൂൾ 97ാം വാർഷികാഘോഷം ഉണർവ് 2016 എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ സ്കൂൾ പ്രക്ഷേപണ നിലയത്തിന്റെയും LED TVയുടെയും ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ അധ്യക്ഷയായി. K ഭവാനി, VV സുരേഷ്, മാടായി AO P നാരായണൻകുട്ടി, ആയിഷ, PM ഹനീഫ, PV അബ്ദുള്ള, B മുഹമ്മദ് അഷ്റഫ്, ജാസ്മിൻ K എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കളഞ്ഞുകിട്ടിയ 75,000 രൂപ അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി കൂലിപ്പണിക്കാരനായ യുവാവ് മാതൃകയായി. ചെറുതാഴം തലക്കോടത്ത് M പ്രമോദാണ് മാതൃകയായത്. നീലേശ്വരം പാലത്തിന് സമീപത്ത് റോഡരികിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 75,000 രൂപയടങ്ങുന്ന പേഴ്സാണ് പ്രമോദിന് ലഭിച്ചത്. നീലേശ്വരം ഹീറോ ഹോണ്ട ഷോറൂം ഉടമ സനേഷിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരുന്നു പേഴ്സും പണവും.
ഇതിൽ ഫോൺ നമ്പർ ഉണ്ടായതിനാൽ സനേഷിനെ ബന്ധപ്പെടുകയായിരുന്നു. പിലാത്തറയിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പണം ഉടമസ്ഥന് കൈമാറി. സന്തോഷ് മണ്ടൂർ, MV രവി, B വിജയൻ, CB ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പയ്യന്നൂർ ഏരിയ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പയ്യന്നൂർ ഏരിയ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പ്രവർത്തകർക്ക് പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്റർ ഹാളിൽ വെച്ച് സ്വീകരണം നൽകി. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാരാപ്പുറത്തെത്തിയപ്പോൾ അവിടെ എൻ്റെ കൂടിയിട്ട് പത്രപ്രവർത്തകന്മാർ ഇവിടുന്ന് 10 മിനിറ്റ് തെറ്റിയിട്ട് പോയാൽ നമുക്ക് വീട്ടക്കാർ അവിടെ ആദ്യം ആരും വീടാണെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു നമുക്ക് ആശുപത്രിയാകുന്ന കുഴപ്പമില്ല, ഈ റോഡ് തെറ്റിട്ട് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? ആ വീട്ടിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. PV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾക്കുള്ള ഉപഹാര സമർപ്പണവും CITU ഏരിയ കമ്മിറ്റിക്ക് ഓട്ടോ വെസ്റ്റ് ഡിവിഷൻ കമ്മിറ്റി നൽകുന്ന ജനറേറ്റർ കൈമാറലും സുരക്ഷാ ആനുകൂല്യം കൈമാറലും CITU ഏരിയ സെക്രട്ടറി PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. KV ചന്ദ്രൻ, K അശോകൻ, C രതീശൻ, UV രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുളിങ്ങോം റേഞ്ച് ജംഇയത്തുൽ മുഅല്ലിമിന്റെയും മാനേജ്മെന്റ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമസ്ത 90ാം വാർഷിക പ്രചരണ സമ്മേളനവും നബിദിന റാലിയും ചെറുപുഴയിൽ നടന്നു. മാനേജ്മെന്റ് അസോസിയേഷൻ സംയുക്തമായി അണിയിച്ചൊരുക്കിയ മീലാദ് ഘോഷയാത്രയാണ് അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. കക്കയംചാലിൽ നിന്നും ആരംഭിച്ച നബിദിന സന്ദേശ റാലി ദഫ് സ്കൗട്ടുകളുടെ അകമ്പടിയാൽ വർണ്ണാഭമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം നീലേശ്വരം ഖാസി EK മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നല്ല നല്ല പ്രാസംഗികന്മാരെ ഇവിടെ നമ്മൾക്ക് പ്രസംഗിച്ച് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അതേപോലെ കേരളത്തിൽ അറിയപ്പെട്ട വലിയ ഒരു പ്രാസംഗികൻ അടുത്ത് നമ്മളുടെ സ്റ്റേജിലാണ് വരാൻ പോവുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉദ്ഘാടനക്രമം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഒഴിവാകാൻ ഉദ്ദേശിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ മുഹമ്മദ് റഫീഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കുട്ടി നിസാമി വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത പൊതുപരീക്ഷയിൽ പുളിങ്ങോം റേഞ്ചിൽ നിന്നും ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം സയ്യിദ് മുഹമ്മദ് അലി ഹുസൈൻ തങ്ങൾ അൽഹസരി പട്ടാമ്പി നിർവഹിച്ചു. KP മൊയ്തീൻ കുഞ്ഞി മൗലവി, കൈപ്പറ്റ അബ്ദുൽ മുസ്ലിയാർ, അബ്ദുൾ റഹ്മാൻ മച്ചിയിൽ, അബ്ദുൽ കരീം അൽഖാസമി, മൊയ്ദ് മൗലവി മക്കിയാട്, TK അബ്ദുൽ കരീം, TV അഹമ്മദ് ദാരിമി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് തല LP വിഭാഗം വിദ്യാരംഗം സാഹിത്യ ശില്പശാല കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അണിനിരത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവരൊരു കഴിവുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റ് സഹപാഠികളുടെ കൂട്ടത്തിൽ നിന്ന് അല്പം മിടുക്ക് കാണിക്കുന്ന കുട്ടികളെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 14 വിദ്യാലയങ്ങളിൽ നിന്നായി 84 കുട്ടികളും അധ്യാപകരും ശില്പശാലയിൽ പങ്കെടുത്തു. കഥാകൂട്ടം, കവിതാകൂട്ടം, ചിത്രശാല, നാടൻപാട്ട് എന്നീ 4 കോർണറുകളിലായാണ് ശില്പശാല നടന്നത്. ആനന്ദ് പേക്കടം, VK ഓമന, K അനിൽകുമാർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കവിതകൾ, കഥകൾ, നാടൻപാട്ട് എന്നിവ സ്വന്തമായി രചിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് അവസരവും നൽകി. കുട്ടികളുടെ പതിപ്പുകളുടെ പ്രദർശനവും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K റീത്ത അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AG സെറീന, PTA പ്രസിഡന്റ് ബാബുരാജ് VM എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MV രാഘവൻ, BRC ട്രെയിനർ PV മിനി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി നാട്ടുപച്ച. പുഷ്പിക്കാനെടുക്കുന്ന കാലയളവിന്റെ ദൈർഘ്യവും പൂവിന്റെ നിറവും മാനദണ്ഡമാക്കി അനേകം തരത്തിൽ കാണപ്പെടുന്ന കരിങ്കുറിഞ്ഞിയെക്കുറിച്ചാണ് ഇന്നത്തെ നാട്ടുപച്ചയിൽ. നേരത്തെ തന്നെ ആയുർവേദ ആചാര്യന്മാർക്കിടയിൽ ചർച്ചയായതാണ് ഈ വൈവിധ്യം. കേരളത്തിൽ ഉപയോഗിക്കുന്ന കരിങ്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് സ്പീഷീസുകളാണ്. 1 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ഇലയിൽ കൂടിയ തോതിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. വേരിൽ ലൂപ്പിയോൾ എന്ന ഘടകവും ഉണ്ട്. വാതരോഗങ്ങൾ ശമിപ്പിക്കും, രക്തം ശുദ്ധീകരിക്കുന്നു, ചൊറി, ചിരങ്ങ്, മുറിവ്, ചൊറിച്ചിൽ എന്നിവ ശമിപ്പിക്കുന്നു. സമൂലം ഔഷധയോഗ്യമാണ്. പല്ലുവേദനയ്ക്ക് കരിങ്കുറിഞ്ഞി അരച്ച് പല്ലിന്റെ പൂടിൽ വയ്ക്കുന്നത് നല്ലതാണ്.
വിദ്യാരംഗം കലാസാഹിത്യോത്സവം പഠന പഞ്ചായത്ത് തല ശില്പശാല ഉദിനൂർ തടിയൻകോവൽ LP സ്കൂളിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യോത്സവം പഠന പഞ്ചായത്ത് തല ശില്പശാല ഉദിനൂർ തടിയൻകോവൽ LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം പോലുള്ള പരിപാടികൾ ഏറെ ഉപകാരപ്രദമാകും. അതുകൊണ്ടാണ് യുവജനോത്സവത്തിന് പുറമെ സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ശില്പശാലകളും വേദികളും ഒരുക്കുന്നത്. അതുവഴി നമ്മുടെ കുട്ടികൾക്കിടയിൽ വായനയും എഴുത്തും ചിത്രരചനയും ഒക്കെ വളർത്തിയെടുക്കുവാൻ. പ്രധാന അധ്യാപിക നളിനി അധ്യക്ഷത വഹിച്ചു. ചിത്ര, PTA പ്രസിഡന്റ് ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി ലളിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സ്വന്തമായി കവിതകൾ രചിക്കാനും ആലപിക്കാനും ചിത്രരചനയിലും അവസരമൊരുക്കി. ഉത്രാടം ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന എന്റെ മണ്ണും നാഴിനെല്ലും ഹ്രസ്വചിത്രം ചിത്രീകരണം ആരംഭിച്ചു. നെൽകർഷകരുടെ ജീവിതമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ഉത്രാടം ക്രിയേഷൻസിന്റെ ബാനറിൽ ബാബു പയ്യന്നൂർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹ്രസ്വചിത്രമാണ് എൻ്റെ മണ്ണും നാഴിനെല്ലും. ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരത്ത് നടന്നു. ചന്ദരേസൈ മെൽവിൻ ജോസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ സിനിമ സാഹിത്യരംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. HD ക്വാളിറ്റിയോടെ ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഉമേഷ് ചെറുവത്തൂരാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ കർഷകരോടൊപ്പം സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരും ഏതാനും പുതുമുഖങ്ങളും ഹ്രസ്വചിത്രത്തിൽ വേഷമിടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര ശ്രീ പെരിയാട്ട് ചാമുണ്ഡി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. ശ്രീ വെള്ളലാത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടെയാണ് ഉത്സവം ആരംഭിച്ചത്. പുലർച്ചെയോടെ ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശവും നടന്നു. തുടർന്ന് കക്കര ഭഗവതിയും കെട്ടിയാടി. 2 ദിവസങ്ങളായി നടന്ന ഉത്സവത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. SNDP മൈക്രോ ഫിനാൻസ് ഇടപാടിൽ 80 ലക്ഷത്തിന്റെ വെട്ടിപ്പ് നടന്നതായി വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ ഞാനൊരു പണവും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പത്രത്തിലും മാധ്യമങ്ങളിലും കൂടി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേരളത്തിലെ പ്രാദേശിക തലത്തിൽ അതേപോലെ യൂണിയൻ തലത്തിൽ എല്ലാം ഒരു സ്ഥലത്തെ ശ്രീനാരായണീയരും വിശ്വസിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മലയോര മേഖലയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാപ്പൂലായാലും അതേപോലെ തന്നെ ആലക്കോട് മേഖലയിലായാലും ഈ തളിപ്പറമ്പ് യൂണിയൻ്റെ മുമ്പത്തെ യൂണിയൻ്റെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ വൻ അഴിമതികൾ നടത്തി കോടിക്കണക്കിന് രൂപയെന്ന് പാവപ്പെട്ട ശ്രീനാരായണീയരെ തിരിച്ചടക്കാൻ വേണ്ടി കോടതിയിൽ ജപ്തി നടപടികൾ വരെ ആയി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇപ്പോഴത്തെ യൂണിയൻ്റെ സെക്രട്ടറി തന്നെ കഴിഞ്ഞ യൂണിയൻ സെക്രട്ടറി നടത്തിയ അഴിമതിക്കെതിരായിട്ട് കോടതിയിലും അതേപോലെ തന്നെ ബാങ്കുകളിലും കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അവരുടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിനാകെ അവരുടെ പ്രത്യേക സമുദായത്തിന് ഗവൺമെൻറ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി തട്ടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 85 ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടത്തി അതിനെതിരെ വിജിലൻസ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു എന്നത് കേരള ജനത അല്ല, ലോകത്തുള്ള ഏത് അദ്ദേഹത്തെ അറിയുന്ന ആരായാലും അദ്ദേഹം ബഹുമാനിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഈ സംഘടനയെ മറയാക്കി ഈ ഒരു തട്ടിപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ അത് ശരിക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. കേരള ജനതയ്ക്ക് നാണക്കേടാണ്. മഞ്ഞ് കട്ടകളെപ്പറ്റി പറയാറുണ്ട്. അത് വന്ന കപ്പലുകളെ കൂടി മുക്കാൻ സാധ്യതയുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ മൈക്രോ ഫിനാൻസ് എന്ന മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇന്നത്തെ വിജിലൻസ് അന്വേഷണത്തിനുള്ള വെളിയിൽ വന്നുള്ളൂ. എന്തേ ഇത് ഹരിജ് കൊണ്ടുവരാൻ ഇത്ര താമസിച്ചത് എന്നാണ് കോടതി VS ചോദിച്ചത്. കുറേ കാലമായി VS ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത്ര ഭയാനകമാണ് ഈ മൈക്രോ ഫിനാൻസിൻ്റെ പിന്നിലെ അഴിമതി എന്നത് ലോകം അറിഞ്ഞു. അതിന് കാരണക്കാരനായ VSനെ എത്ര പ്രാവശ്യം സ്തുതി പറഞ്ഞാലും മതിയാവുക. വെള്ളാപ്പള്ളി
നടേശനെതിരെ വിജിലൻസ് അന്വേഷണത്തിൽ 80 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി അത് നിഷേധിക്കുകയാണ്. എല്ലാ കാര്യത്തിനും ആരോപണം വരുമ്പോൾ എല്ലാം നിഷേധിക്കുന്ന സ്വഭാവമാണ് വെള്ളാപ്പള്ളിക്ക്. അതിന് ശരിയായ അന്വേഷണം നടത്തി അതിൻ്റെ ശരിയായ ഉത്തരവാദിയെ കണ്ടെത്തണം. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പുഞ്ചക്കാട് SDPI പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേറ്. പിലാത്തറയിൽ കടകളിൽ വ്യാപക മോഷണം. കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. പഴയങ്ങാടി മുട്ടുകണ്ടി മേഖലയിൽ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പിലാത്തറ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം TV രാജേഷ് MLA നിർവഹിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.